ഹലോ ഗായ്സ്, സുന്ദരിമാരെ, എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. മിനി ബ്ലോഗ് പറുതെടുക്കാൻ പോയതോട്ടോ. ഞാനുണ്ട് താത്താരോട് കേട്ടോ കൂടെ. ഞങ്ങളിവിടെ ക്യൂവാ പറുതെടാന്. എന്റെ സൈസിൽ പറുതല്ലാത്തോണ്ട് ഞാനത് അടുപ്പിക്കാൻ കൊടുത്തു. ഇനിയിപ്പോഴത്തെ എപ്പോഴാ കിട്ടാന്നാവു ഗായ്സ്. ഹൈ പറഞ്ഞ കൊയങ്ങി. ഡ്രസ് തുറന്നതിന്റെ വിശേഷങ്ങളൊക്കെ കമന്റിൽ പറയണേ ഗായ്സ്. എന്നോട് കുറച്ച് പേര് പറയുന്നുണ്ട് ഇങ്ങനെ, സൽവാജ് അപ്പോൾ വന്നാ ചെറിയ വീഡിയോസ് ഇടണ്ടേ, നമുക്ക് വലിയ വീഡിയോസ് ഇടണ്ടേ. അപ്പൊ ഞാൻ എന്റെ എഡിറ്ററിനോട് പറയുന്നുണ്ട്, വിഷമിക്കണ്ട, ഉഷാറാക്കാം. കട്ടേ കയറിയിട്ട് ഞാൻ ഓർക്കം തൂങ്ങണ കണ്ടില്ലേ ഗായ്സ്. ഓർക്കം തൂക്കിയപ്പോ ഈ ഐസ്ക്രീം വാങ്ങി തന്നിട്ടോ. അപ്പോഴാട്ടോ ഞാൻ ഉഷാറായത്. ഐസ്ക്രീം ഞാൻ വാങ്ങിപ്പിച്ചതാട്ടോ. ഐസ്ക്രീം എന്ന് പറഞ്ഞപ്പോ ഇക്കെന്തായാലും ഉഷാറ്. ഞങ്ങൾ പുറത്തേക്ക് പോയപ്പോഴാണ് മഴ വീഴുന്നോ നിൽക്കണം, വരമ എഴുന്നോ ഹൗ എന്താ അല്ലേ ബ്ലോഗൊക്കെ ചെയ്യാൻ കഷ്ടപ്പാട്. ബ്ലോഗ് ചെയ്യണ ആൾക്കാരെ സമ്മതിക്കണം. അങ്ങനെ ഞങ്ങൾ ബൈ പറഞ്ഞിട്ട് കാറിൽ പോകണു. ഫോണിന്റെ ക്യാമറമേ മഴവെള്ളം തട്ടിക്കട്ടോ, അതുകൊണ്ടാട്ടോ ഞാൻ വെട്ടിത്തിളങ്ങണത്. അല്ലാത്ത ചൊറക്കൊണ്ടൊന്നും വരട്ടോ. പോണ വഴിക്കൊക്കെ ഒരു ക്രീം പെൻ കിട്ടി, അതുകൊണ്ട് ഞാനൊരു പോസ്റ്റ് കഴിക്കാൻ. ഗൈസ്, പെരണ്ടുള്ളിൽ നല്ല ചൂടാലേ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ പെരും മഴയായിരുന്നു. റോഡിലും വെള്ളപ്പൊക്കമായ മറിയാണ് മഴ പെയ്ത്. ഞങ്ങൾ മഴ കാറിന്റെ ഉള്ളിൽ നിന്ന് ആസ്വദിച്ചു. അന്ന പാച്ചിക്കേന്നു അപ്പാച്ചിക്കും കൂക്കുന്നു അപ്പാച്ചിയേ. ഈ പാട്ട് ഞാൻ ഷോർട്സിൽ ഇടാൻ പറഞ്ഞിട്ടോ. അപ്പൊ എന്നോട് എഡിറ്റർ പറയണേ, അനക്ക് കോപ്പിറൈറ്റ് ഇട്ടു. മുണ്ടായിരുന്നോ അവിടെ. നല്ല ചുകച്ചെന്ന സൂര്യ. എന്താലേ പെരയില് കൊറേ പണിയുണ്ട്, ഒരുപാട് പണിയുണ്ടായിരുന്നു. പെരയിലെത്തിയപ്പോ തന്നെ ചട്ടിയും പാത്രം ഇട്ടിട്ട് ഞാൻ വെച്ചുകൂട്ടാൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഇമാടെ ഗ്യാസ് ഉറപ്പിന്റെ ലൈറ്റൊക്കെ വാങ്ങി കൊടുത്തിട്ടാണ് എന്റെ കളി ഗൈസ്. അത് കേടുന്ന ലൈട്ടോ. സോഫയിൽ ഇരിക്കണ അടുപ്പ് കത്താൻ കുറച്ച് പണിയുണ്ട്. എന്റെ കഷ്ടപ്പാട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലല്ലേ. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ കിണ്ടി? എന്റെ മാത്രം പെരയിലുള്ളൂ. എന്താണെന്ന് അറിയാം ഇവിടെ കുത്തിക്കൽക്കണ്. വത്തക്ക വെള്ളാട്ടോ, നിങ്ങളറിയോ? അതിൽ കടലാസാണെന്ന് തോന്നുന്നു. നിങ്ങള് മനസ്സിൽ വത്തക്കേന്ന് വിചാരിച്ചാ മതി. അവൻ ഞാൻ അങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ. ഞാൻ അടുത്ത പ്രാവശ്യം കുഴിമന്തി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊക്കെ ഇവിടെ തന്നെ അവിടെ. ഇനി കുറച്ചു നേരം ഡാൻസ് കളിക്കാം. ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഗായ്സ്? മദ്രസക്ക് പോവാനുള്ള ഫർദി മസ്തി ഞാൻ തെരഞ്ഞു പിടിച്ച് മടക്കി വെക്കാട്ടോ. ബിഗോസ് നാളെ മദ്രസ തുറക്കണേ. അപ്പൊ നാളെ പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. എത്ര മടക്കി വെച്ചിട്ടോ തീർന്നില്ലല്ലോ ഈ തുണിയാള്. അതൊക്കെ പോട്ടെ, വേറെ എന്തെങ്കിലും പറയാ. ആണോ? സോറി. അപ്പൊ ബാക്കി ഇത്ര വീഡിയോ അടുത്ത നാളെ കാണാം. ബൈ.